ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അത്താഴത്തിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ അത്താഴത്തിന് തന്നെ മന്തിയാണ് കേട്ടോ ഫുഡ്, അതുപോലെ തന്നെ പൊറാട്ടയാണ് കേട്ടോ നമ്മൾ അത്താഴത്തിന് വേണ്ടിയിട്ട് ഇന്ന് കരുതിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇതാ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുടിക്കാനും വേണ്ടിയിട്ടുള്ള ചായയും റെഡിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉമ്മാക്ക് വേണ്ടിയിട്ട് പൊറാട്ടയാണ് കേട്ടോ, ഈ ഒരു 6-ൻ്റെ പൊറാട്ടയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ അതിൽ നിന്നും ബ്രെഡിൻ്റെ എടുത്തിട്ട് അതും ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മക്കൾക്കും ഉമ്മാക്കും ഞാൻ പൊറാട്ടയാണ് കേട്ടോ ഒന്ന് രാവിലെ റെഡിയാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് കഴിക്കാൻ മന്തിയാണ് റെഡിയാക്കുന്നത്. എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡൊക്കെ ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതാ നേരെ എടുത്ത് വെക്കാൻ കേട്ടോ, എല്ലാവരെയും പോയി വിളിച്ചിട്ട് വേണം കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും പോയി വിളിച്ചിട്ട് പിന്നെ അവരൊക്കെ 5 മണിയായപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 4:30 സമയമായപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ചെറിയ മോൻ എണീറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നോമ്പാണല്ലോ, ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ നിങ്ങളൊക്കെ എന്താണ് അത്താഴത്തിന് റെഡിയാക്കിയിട്ടുള്ളതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഫ്താറിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷനാണോ, എന്താണ് ഇന്ന് ഇഫ്താറിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക. വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലിടണേ. പിന്നെ ഒരുപാട് ദിവസമായിട്ടോ ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് ദിവസമായി. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് കേട്ടോ. മനസ്സിൽ വിചാരിക്കുന്ന വേറെ രൂപത്തിലും അത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ വീഡിയോസിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ പറയുന്നതിലൊക്കെ. നിങ്ങളെല്ലാവരും അതൊന്ന് ക്ഷമിച്ചിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ അത്താഴത്തിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഫ്താറിൻ്റെ നല്ല വീഡിയോയുമായി വീണ്ടും